ചാലക്കുടി തൃശൂരിനും എറണാകുളത്തിനും ഇടയ്ക്കായി കിടക്കുന്ന ഈ മണ്ഡലം മുമ്പ് മുകുന്ദപുരമായിരുന്നു. സാക്ഷാൽ പനമ്പള്ളി ഗോവിന്ദമേനോനും കെ കരുണാകരനും ഇ ബാലാനന്ദനുമൊക്കെ മാറ്റുരച്ചിട്ടുള്ള മണ്ഡലം. 2024 ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP UDFന്റെ ബെന്നി ബെഹനാൻ, മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ LDFന്റെ സി രവീന്ദ്രനാഥ്, BDJS നേതാവായ NDA സ്ഥാനാർത്ഥി KM ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പരമ്പരാഗത മുന്നണി സ്ഥാനാർത്ഥികൾ. കിഴക്കമ്പലത്ത് ശക്തി തെളിയിച്ചിട്ടുള്ള 2020യുടെ ചാർലി പോളും കൂടി എത്തുന്നതോടെ ചാലക്കുടിയിൽ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതി. തൃശൂർ ജില്ലയിലെ 3 എറണാകുളത്തെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ചാലക്കുടി. വോട്ടെടുപ്പിന് ഒരു മാസം കൂടി ശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ചാലക്കുടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം മണ്ഡലത്തിലാണ് വീടെങ്കിലും ലതി ഇപ്പോൾ താമസിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിലാണ്. തനിക്കും കുടുംബത്തിനും ഇത്തവണ വോട്ടില്ല എന്നതാണ് ലതിയുടെ പരിഭവം. വീടില്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ വീടില്ലാതെ കഷ്ടപ്പെട്ട ഞാനടക്കം. ഞാനിപ്പോൾ 10-15 വർഷമായി ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടില്ല. പിന്നെ വോട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനും പറ്റണില്ല. എന്താ വെച്ചാൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിര താമസമുള്ള ഇതൊക്കെ വേണമെന്നാണ് പറയണത്. അത് കാരണം ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ ഇപ്രാവശ്യം വോട്ടില്ല ഞങ്ങൾക്ക് ആർക്കും. വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോനുമാണ് ഉള്ളത്. മോനിപ്പോൾ ഇന്നലെ വന്നപ്പോൾ 18 വയസ്സ് പൂർത്തിയായി. അപ്പോൾ അവൻ്റെ വോട്ട് പോയി. സിറ്റിംഗ് MP UDFന്റെ ബെന്നി ബെഹനാനും LDFന്റെ സി രവീന്ദ്രനാഥും NDAയുടെ KM ഉണ്ണികൃഷ്ണനും പുറമെ 2020 പാർട്ടിയും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ചാലക്കുടി മണ്ഡലം ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കൊടുങ്ങല്ലൂരും മതിലകവും കയ്പമംഗലവുമെല്ലാം ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. കടലിന്റെ ആരവം മുഴങ്ങുന്ന നാട്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ നാടിനെയും നാട്ടുകാരെയും വീണ്ടും കണ്ട് പിന്തുണയുറപ്പിക്കുന്ന തിരക്കിലാണ്. തലേന്ന് സ്വന്തം നാടായ പെരുമ്പാവൂരിലായിരുന്നു പര്യടനമെങ്കിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് UDF സ്ഥാനാർത്ഥി. നാട്ടിൽ നടക്കുന്ന വിവാഹവും മരണവുമൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ എന്നും ഒപ്പം നിൽക്കുന്നവരാണ് അവർ. ഒരു മരണവീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി പുറത്തേക്കിറങ്ങുമ്പോഴാണ് ബെന്നി ബെഹനാൻ വോട്ട് ഓൺ വീൽസുമായി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത്. വളരെ സജീവമായി പോകുന്നു. വളരെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ നിയമമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു സന്ദർശന പരിപാടി ആയിട്ട് നടക്കുകയാണ്. അവിടുത്തെ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങളെല്ലാം വളരെ അനുകൂലമായ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ കാണുന്നത്. നമ്മുടെ രാജ്യം വലിയ അപകടത്തിലൂടെ മുന്നോട്ട് പോകുന്നു. സങ്കീർണമായൊരു കാലഘട്ടം, നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടാകും. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാന കാതലായി ജനങ്ങൾ കാണുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലും ഇന്ത്യ മുന്നണി ദേശീയ തലത്തിലും വിജയിക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ഈ നാട്ടിലെ ജനവിശ്വാസം. മറ്റൊന്ന്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സജീവമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നു. ഇത്രയും പരാജയപ്പെട്ടൊരു ഗവൺമെൻറ് ജനങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. സാമ്പത്തികമായി പ്രതിസന്ധി, ശമ്പളമില്ല, പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല, സാധനങ്ങളുടെ വിലക്കയറ്റം, ക്രമസമാധാന തകർച്ച, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിഷമഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതികരണം കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, 5 വർഷക്കാലം ഈ പ്രദേശത്തെ പ്രതികരിച്ച ഒരു MP എന്ന നിലയിൽ എനിക്ക് ലഭിച്ച സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കും. അങ്ങനെ ചതുഷ്കോണ മത്സരമുണ്ടെന്ന് തന്നെ ഇവിടെ ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നിയമമണ്ഡലത്തിൻ്റെ ഭാഗത്ത് ഇവിടെ ഒന്നും അങ്ങനെ ഒരു സംഭവം എന്താണെന്നറിയില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് 2020 എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ്, അല്ലാണ്ട് മറ്റൊരു രാഷ്ട്രീയ ഭാഗം അവർക്കറിയില്ല. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരം എന്നൊരു ഫീലിംഗ് ഞാൻ ആരെയും വില കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ജനങ്ങൾക്കില്ല.
ചാലക്കുടിയുടെ തെക്കേ അറ്റം എറണാകുളവും വടക്കേ അറ്റം തൃശ്ശൂരുമായതുകൊണ്ട് പുതുക്കാടുകാരനായ സി രവീന്ദ്രനാഥിനോട് കൊടുങ്ങല്ലൂരുകാർക്ക് ഇഷ്ടം കുറച്ചു കൂടുതലാണ്. സംശുദ്ധ വ്യക്തിത്വമുള്ള മാഷ് വിജയിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. പ്രചരണം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തേക്കാൾ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അത് പല സ്ഥാപനങ്ങളുമായിട്ട് സംസാരിക്കുക, അങ്ങനെ പലതരത്തിലും ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരവസ്ഥ വളർന്നു വരികയാണ്. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസമാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ രാജ്യം വെല്ലുവിളി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. രാജ്യം തന്നെ നഷ്ടപ്പെടും, രാജ്യം എന്ന് ഉദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയാണ്. അത്തരൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞാൻ പോസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതനിരപേക്ഷ സങ്കല്പം, മതനിരപേക്ഷ ഇന്ത്യ എന്നതാണ് ഇന്ത്യ, അത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരം നൽകലാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇതാണ് പ്രധാനമായിട്ടുള്ള. ഇപ്പോൾ ജനങ്ങൾ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം എന്ന് അഭിപ്രായപ്പെടണം. ഇതാണ് തിരഞ്ഞെടുപ്പിൽ പ്രധാനം. ഫെഡറലിസം അതും ഇന്ത്യയുടെ തനിമയാണ്. അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടരുത് എന്നാകണം നിങ്ങളുടെ അഭിപ്രായം. 3, നമ്മുടെ ഭരണഘടന, ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന, അതിൻ്റെ സമസ്ത മൂല്യങ്ങളും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ജനങ്ങളാണ്. അതിനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കേവലം ഒരു പുതിയൊരു ലോക്സഭയെ തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറം ഇന്ത്യയെ നിലനിർത്തുക എന്നുള്ള ഒരു ആശയം നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലൂടെ സംഭാവന ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ പ്രശ്നമായത് കേന്ദ്ര സർക്കാർ വല്ലാതെ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചിട്ടാണ്. അപ്പം അതിന് മറുപടി പറയണം. ഒരു സ്റ്റേറ്റിനെയും ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. സംസ്ഥാന സർക്കാരിന് പണം പിരിക്കാൻ പറ്റില്ല, നികുതി പിരിക്കാൻ പറ്റില്ല GST വന്നതിന് ശേഷം, പിന്നെ പണം അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് തനതായ പണം ഉണ്ടാക്കാൻ വഴിയില്ല. അപ്പോൾ അത് കേന്ദ്ര സഹായം തന്നെ വേണം. അത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്, ജനങ്ങളുടെ അവകാശമാണ്. ഭരണ സംവിധാനത്തിൻ്റെ അവകാശം പോരാ, ജനങ്ങളുടെ അവകാശമാണ് കേന്ദ്രത്തിൽ, ഫെഡറൽ സംസ്കാരം. അതുകൊണ്ട് അതിനെതിരെ മറുപടി പറയണം. ഒരിക്കലും ഒരു സംസ്ഥാനം, കേരളത്തിൽ മാത്രമല്ല ഒരു സംസ്ഥാനത്തെയും ഇങ്ങനെ സാമ്പത്തികമായി ഞെക്കരുത് എന്ന അഭിപ്രായം ജനങ്ങൾ പറയണം. ഇക്കണോമിക് ക്രൈസിസ് എന്നും പറയും, ഇതൊക്കെ വളരെ സാങ്കേതിക പദങ്ങൾ. അതല്ല, ഒരു ധനപ്രതിസന്ധിയാണ്. അതായത് പണമില്ല എന്നുള്ള പ്രശ്നമാണ്. ഫൈനാൻഷ്യൽ ക്രൈസിസും തൽക്കാലം പണമില്ല എന്നുള്ളത് രണ്ടാണ്. കേരളത്തിൽ പണമില്ല എന്നുള്ള പ്രശ്നം ധനപ്രതിസന്ധി മാത്രമാണ്. അത് ഉണ്ടാവാനുള്ള കാരണം കേന്ദ്ര സർക്കാരാണ്. അത് വ്യക്തമായിട്ട് ജനങ്ങളോട് പറയുന്നു, പോരാ അവരത് മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, അപ്പോൾ എന്താ പെൻഷൻ കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ പറയുന്നു കേന്ദ്രത്തിൻ്റെ ഈ ഇടപെടൽ അതിലൊരു ഘടകമാണല്ലേ എന്ന്. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് റീഡ് ചെയ്യാൻ പറ്റുന്നു. ഈ കേന്ദ്രത്തിൻ്റെ ഞെക്കൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രശ്നത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്, അത് ശരിയല്ല എന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ സംസ്ഥാനം അതിന് ഒരു ചെറിയ പ്രതിവിധി നമുക്ക് കിട്ടിയപ്പോൾ, സുപ്രീം കോടതി ഇടപെടലിന് ശേഷം അതിനവസ്ഥ കിട്ടിയപ്പോൾ പെൻഷൻ കൊടുക്കണമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ വീണ്ടും ഒന്നുകൂടി റീഡ് ചെയ്യാണ്. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ, സമ്പത്ത് കിട്ടിയപ്പോൾ, കടമെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ പെൻഷൻ കൊടുക്കണമുണ്ട്. പെൻഷൻ കൊടുക്കണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ ഇപ്പോൾ പോസ് ചെയ്യുന്ന പ്രശ്നം. അതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനത്ത് ഞെക്കിയിട്ടുണ്ട്. അതിന് മറുപടി കൊടുക്കും. കറക്റ്റായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അതാണ് നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്ന് വന്നാൽ തുടക്കം എല്ലാവർക്കും അവകാശമുണ്ട് മത്സരിക്കാൻ, ജനാധിപത്യ അവകാശമുണ്ട്, അവർ മത്സരിക്കുന്നു. അതിൽ എല്ലാ സ്ഥാനാർത്ഥികളോടും ബഹുമാനത്തോടെ ഞാൻ കാണുന്നുള്ളൂ, എല്ലാവരും നല്ല ബഹുമാനം. പക്ഷേ പൊളിറ്റിക്സ് വയ്ക്കുമ്പോൾ അത് വ്യത്യാസം വരും. ഇത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഒരു ഫീലിംഗ് ജനങ്ങൾ പൊളിറ്റിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അവസാനം എത്തുമ്പോഴും തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കറക്റ്റ് പൊളിറ്റിക്സാണ് പ്രതിഫലിക്കുക. കറക്റ്റ് പൊളിറ്റിക്സ് പ്രതിഫലിച്ചാൽ LDF ആണോ UDF ആണോ, വോട്ടൊക്കെ കുറേയൊക്കെ അവർക്ക് കിട്ടും എന്നുള്ളതിലൊന്നും ഞാൻ തർക്കം പറയുന്നില്ല, മൗലികമായിട്ടൊന്നുമില്ല. അത് കിട്ടും, കുറേ വോട്ട് കിട്ടും. പക്ഷേ പ്രധാനമായിട്ടുള്ള ബൾക്ക് കോൺസെൻട്രേഷൻ ഇടതാണോ UDF ആണോ എന്നുള്ളതാണ്. അതിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട്. അങ്ങനെയാണ് ഇടതുപക്ഷം ജയിക്കും.
മണ്ഡലത്തിൽ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി എം പിമാരായിട്ടുണ്ട്. പക്ഷെ അടയാളപ്പെടുത്തുന്ന ഒരു വികസനം, നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന ഒരു വികസനം കൊണ്ടുവരാനായിട്ട് ഇരു മുന്നണികൾക്കും കഴിഞ്ഞു. ഒട്ടനവധി വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി. അപ്പോൾ ചാലക്കുടിയിൽ തന്നെ നിലവിലുണ്ടായിരുന്ന വ്യവസായങ്ങൾ അടച്ചു പോകുന്ന, ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഒട്ടനവധി വ്യവസായങ്ങൾ അടച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി ഭരിക്കുമ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം, കൊരട്ടി പ്രസിൻ്റെ ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ എടുക്കാം. അതുപോലെയുള്ള പൊതുസ്ഥലങ്ങൾ, സർക്കാരിൻ്റേതായിട്ട് ഒരുപിടി സ്ഥലങ്ങൾ വെറുതെ എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, എയിംസ് പോലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ NDA അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ട് നിന്നുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അത് മെട്രോ ഇവിടെ വരെ വന്ന് നിൽക്കാൻ നമുക്കറിയാം. മെട്രോ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ 7 പാർലമെൻറ്റ് നിയോജകമണ്ഡലങ്ങൾ എടുത്താൽ നമുക്കറിയാം, അവിടെയൊക്കെ വികസനം എന്ന് പറയുന്ന ഒരു മുരടിപ്പ് മാത്രമാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ളൊരു മാറ്റം ചാലക്കുടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടതുപക്ഷത്തിന് വലതുപക്ഷത്തിന് കഴിഞ്ഞു. 2020 വൻ വിജയസാധ്യതയാണ് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കാണുന്നത്. കാരണം ഒരു കാലത്ത് കോൺഗ്രസ്സുകാരെ മടുത്ത് നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞ ഒരു ജനത ഇന്ന് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും മടുത്ത് നിങ്ങൾ ഞങ്ങളെ 2020 ആക്കി എന്നാണ് പറയുക. കാരണം ഇരു മുന്നണിയെയും ജനം മടുത്തു കഴിഞ്ഞു. അവരുടെ അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത ഇതൊക്കെ ഈ രാജ്യത്ത് വൻ നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് നേട്ടങ്ങളുടെ വലിയ പട്ടിക നിരത്തിയാണ് 2020 ഈ ഇലക്ഷൻ നേരിടുക. കിഴക്കമ്പലം മോഡൽ എന്ന് പറയുന്ന സാധ്യത തന്നെയാണ് ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ലോകോത്തര നിലവാരത്തിലേക്ക് നമുക്ക് 2020 ഭരിക്കുന്ന പഞ്ചായത്തിലെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടുത്തെ റോഡുകളും തോടുകളുമൊക്കെ നമ്മൾ പുതുക്കി പണിതു. 1000ഓളം ഏക്കർ സ്ഥലം നമ്മൾ കൃഷി ചെയ്തു. അതെല്ലാം ജനങ്ങൾക്ക് ലഭ്യമാക്കി. റോഡുകളൊക്കെ പണിതിരിക്കുന്നത് 30 അടി വീതിയിലാണ്, BMBC നിലവാരത്തിലാണ്, 25 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് ഗോഡൗണുകൾ അവിടെ വന്നു. അപ്പോൾ പഞ്ചായത്തിന് വരുമാനം കൂടി. വീടില്ലാത്ത സകല മനുഷ്യർക്ക് നമ്മൾ വീട് കൊണ്ടുനിർത്തു. അങ്ങനെ 1000ഓളം വീടുകൾ ഗോഡ്സ് ഓൺ വില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നടപ്പാക്കാൻ സാധിച്ചു. 80% വരെ വിറക്കുള്ളിൽ മെഡിക്കൽ ഷോപ്പ്, മരുന്ന് ലഭിക്കുന്ന ഷോപ്പ് നമ്മൾ ആരംഭിച്ചെങ്കിലും ഇലക്ഷൻ പശ്ചാത്തലത്തിൽ അതായതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ പരാതി കൊടുത്താണ് അടച്ചുപൂട്ടിയത്. ഒരു യുദ്ധമുഖത്ത് പോലും മരുന്നിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പാവപ്പെട്ട മനുഷ്യനെ ഒരു തരത്തിലും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇടത് വലത് മുന്നണികൾ ഈ രാജ്യത്ത് കാഴ്ചവെക്കുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുൻപന്തിയിലേക്കൊക്കെ കൊണ്ടുവരാം, അവർക്ക് വേണ്ട സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് പെൻഷൻ കിട്ടാണ്ട് ഇരിക്കണ എന്തോരം ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പെൻഷൻ കൊടുക്കുക. അതേപോലെ അല്ല ഈ ദാരിദ്ര്യത്തിലേക്ക് താഴ്ന്നവർ ഇനിയുണ്ട്, അവരെ മുന്നോട്ട് നയിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതൊക്കെ ചെയ്യണം എന്നാണ്. വളരെ മോശമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ, വളരെ മോശമാണ് ഭരണം നടക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. ഒരു സാധനമില്ല, എല്ലാ സാധനം മൊത്തത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ. പിന്നെ ഭരണം എന്ന് പറഞ്ഞാൽ അത് മാറി ഭരിച്ചാലേ കാര്യമുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഭരിക്കുന്നത് ശരിയാവില്ല. മിഡിൽ ക്ലാസ്സിനൊക്കെ നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ, സാമ്പത്തിക വിലക്കയറ്റം, ഭയങ്കര വിലക്കയറ്റം കാര്യങ്ങൾ. നമ്മൾക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ഇതിൽ നമുക്ക് കാര്യങ്ങൾ എത്തിക്കാനൊക്കെ ഭയങ്കര ടൈറ്റാണ്. നമ്മൾ ഭയങ്കര വിലക്കയറ്റം, സപ്ലൈക്കോലോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല. പണ്ടത്തെ പോലെ അത്ര ചൂട് കുറവാണ്. ചൂട് കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ചൂടല്ല ഉദ്ദേശിക്കുന്നത്, ഇലക്ഷൻ്റെ ചൂട് വർക്ക് ഇപ്പോൾ കുറവാണ്. അതായത് മറ്റെന്ന് പറഞ്ഞാൽ നേരത്തെ നല്ല വാശിയും എല്ലാ പാർട്ടിക്കാർ, നമ്മൾ എല്ലാ പാർട്ടിയാണെങ്കിലും ഭയങ്കര വാശിയായിരിക്കും ഇലക്ഷനോട് വെച്ച്. എല്ലാവരും പുറത്തിറങ്ങി നടന്ന് വോട്ട് ചോദിക്കാൻ പോകും, എല്ലാം ചോദിക്കും. ഇപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഒന്നാമതിനിപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ കടവും കടത്തിൻ്റെ കൂടാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പോരാട്ടം ഇല്ല. UDFൻ്റെ ഒരു സീറ്റാണ്. പിന്നെ ഒരു മത്സരം എന്നുള്ള രീതിയിൽ മാത്രമേ അങ്ങനെ പോകണമെന്നുള്ളൂ. അങ്ങനെ ശക്തമായിട്ടുള്ളൊരു മത്സരമായിട്ട് തോന്നുന്നില്ല. ഇവിടെ UDF കറക്റ്റായിട്ട് ജയിക്കുന്നത് ഷുവറാണ്. കേരളത്തിൽ മിക്കവാറും എല്ലാം UDF തന്നെ ജയിക്കുള്ളൂ. കാരണം ഇന്നത്തെ ഭരണത്തിൻ്റെ മോശം, അതാണ് ഏറ്റവും വലിയ. പിന്നെ മോഡിയുടെ
മോഡീനെ എങ്ങനെയാലും ഓടിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്താഗതി. ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ പ്രാവശ്യം ഭരണം മാറി മാറി വരുന്നതാണ് ഞാൻ പറയുന്നത്. എന്നാലേ നമുക്ക് എന്തെങ്കിലും അതിനുള്ളൊരു ഗുണങ്ങളുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാൾ തന്നെ ഭരിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമായാലും എവിടെയായാലും ഓരോരുത്തർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭരണത്തോടൊന്നും ഒരു യോജിപ്പുമില്ല. അപ്പോൾ ഈ സാധനങ്ങൾക്ക് വില കുറയണമെന്നുണ്ടെങ്കിൽ ഭരണം മാറി മാറി വരണം, എന്നാലേ അതിനുള്ള ഗുണം ഉണ്ടാവുള്ളൂ. രണ്ടുപേരും തമ്മിലടിയാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് കിട്ടിയ ഭൂരിപക്ഷം കിട്ടുന്നത് കോൺഗ്രസിനാണ് സംശയമുള്ളത്. എന്താണ് ചാലക്കുടിയുടെ മനസ്സിൽ? ചാലക്കുടി ആരെ തുണയ്ക്കും, ആരെ വീഴ്ത്തും?